ചാരായം നിരോധിച്ച സമയത്ത് ഞാൻ എ കെ ആന്റണിയെ പോയി നേരിട്ട് കണ്ട് നിരോധിച്ചാൽ ക്രിമിനലായ സമൂഹം ഉണ്ടാകും, അഗ്രസീവായിട്ട് ദരിദ്രരായ ആൾക്കാർ വിൽക്കും. ഇത് നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചോ, ആർക്ക് വേണമെന്നില്ല. മഹത്തായ ചിന്താഗതി. ഈ കസേരയിലോട്ടൊന്ന് ഇരിക്കുന്നേ, ഞാൻ ഒന്ന് കാണട്ടെ. നാട്ടിൽ സുലഭമായി ഈ മയക്കുമരുന്ന് കിട്ടുവാണെന്ന് വെച്ചോ, ആർക്ക് വേണമെന്നത്. പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് ഇത് സാരമില്ല. ഡ്രഗ്സ് ലീഗലാക്കിയാൽ ഈ പ്രശ്നങ്ങൾ തീരുമോ, അല്ലെങ്കിൽ അത് നോർമലൈസ് ചെയ്യുന്നത് ശരിയാണ്? മൂപ്പര് സംസാരിക്കുന്ന എന്തായാലും തലവലിക്ക് സമ്മതിക്കുക. ഞാൻ വിടുവോ? ആരോഗ്യത്തിന്, അയാളുടെ മനസ്സിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും ദോഷകരമാകുന്നു എന്ന് ശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ, അത് സമൂഹത്തിന് ദോഷകരമാണെന്ന് സാമൂഹ്യശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അതല്ല, എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക. അതെ, അത് അപകടകാരിയല്ല, അത് സമൂഹത്തിന് ദോഷം ഉണ്ടാകുന്നില്ല എന്നാണെങ്കിൽ ലീഗലൈസ് ചെയ്തോളൂ. അത് ആരാണ് തീരുമാനിക്കേണ്ടത്? ഞാനീ പറഞ്ഞ മെഡിക്കൽ സയൻസ് അറിയുന്നവരും ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുമാണ് തീരുമാനിക്കേണ്ടത്. ഇവൻ നന്നാവൂലമ്മേ. പക്ഷെ എല്ലാം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വിക്ഷേപിക്കുമ്പോൾ ഏതാണ് ഇന്ധനം ഉപയോഗിക്കേണ്ടതെന്ന് രാഷ്ട്രീയക്കാരും പ്രധാനമന്ത്രി അല്ലല്ലോ തീരുമാനിക്കുന്നത്. ISRO ശാസ്ത്രജ്ഞ. ആദ്യം സരോജ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആകാശത്ത് നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വാ. കൊച്ചിലെ മോൽ അങ്ങനെ ശീലിച്ചു പോയി, എന്നാ ചെയ്യും? ഒരു കാലത്ത് നന്നാവില്ലെന്ന് നിന്റെയൊക്കെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.